എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പോയത് ഡേ 1 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്കൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉള്ളത് കാരണം ഞാൻ എന്തായാലും ഒരു ലെഹങ്ക മേടിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് 101% ഷുവർ ആയിരുന്നു. എനിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ അമ്മ ചെയ്തു തരുന്നതാണ്. ഞാൻ അത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് തന്നെ നമ്മൾ വൈറ്റ് കളറായിട്ടുള്ളൊരു മെറ്റീരിയൽ എടുത്ത് അതിൻ്റെ നമ്മൾ ഡൈ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ലൊക്കേഷൻ വന്നത് ഡ്രസ് മെറ്റീരിയൽ എടുത്തത് നമ്മൾ അങ്കമാലി മെട്രോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട്. മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ആയിക്കോട്ടെ, സാരീസ് ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് സജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടൊക്കെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രസ്സും അമ്മയുടെ സാരിയും അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തു. അങ്ങനെ ഡേ 1 കംപ്ലീറ്റ് ആയി. വെൽക്കം ടു ഡേ 2 എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് ജ്വല്ലറി. എൻഗേജ്മെൻറ്റ് ഷോപ്പിങ്ങിന് നമ്മൾ നേരെ പോയത് പത്തടിപ്പാലത്തുള്ള ഗോൾഡൻ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെൻറ്റൽ ഷോപ്പിലാണ്. എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു റെൻറ്റൽ ഷോപ്പാണ്. ഫോർ എവറി നീഡ്സ്. അതായത് നമുക്ക് വെഡിങ്ങിനായിക്കോട്ടെ, എന്തെങ്കിലും എൻഗേജ്മെൻറ്റിനായിക്കോട്ടെ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫംഗ്ഷനായാലും ഇഷ്ടം പോലെ നമുക്ക് എന്തെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മാലയാണിത്. പക്ഷെ ഞാൻ അത് ചൂസ് ചെയ്തില്ല, കാരണം ഭയങ്കര ഹെവി ആയിരുന്നു. കാരണം ഞാൻ ഡ്രസ്സ് കുറച്ച് ഹെവി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എൻഗേജ്മെൻറ്റിൻ്റെ ഈ ഓർണമെൻറ്റ്സും കൂടെ ഹെവി ആയി കഴിയുമ്പോൾ ഒരു ആന നെറ്റിപ്പട്ടം കിട്ടിയ ഒരു എഫക്റ്റ് വരും. പക്ഷേ ഇനി അതെനിക്ക് വരാൻ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ എനിക്കറിയില്ല, പലരും എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. സോ മാക്സിമം ഞാൻ ജ്വല്ലറിയിൽ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷേ ഞാനിത് ഫൈനലൈസ് ചെയ്ത ഒരു ജ്വല്ലറീസാണ് ഇതെല്ലാം. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. പിന്നെ അവരുടെ കസ്റ്റമർ സർവീസ് ഒരു രക്ഷയില്ല. ആ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ആ ചേട്ടൻ തന്നെ എല്ലാം എനിക്ക് എടുത്തുകൊണ്ട് തരുന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് അവിടെ നിന്ന് പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഞങ്ങൾ. ഈ ഡേ എനിക്ക് കുറച്ച് ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു. കാരണം നമ്മൾ ഡൈ ചെയ്ത സാധനം നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ കിട്ടുമെന്ന് യാതൊരു ഐഡിയ ഉണ്ടായില്ല. നമ്മൾ ഓൾറെഡി ഒരു കളർ ചൂസ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കതിൻ്റെ വർക്ക്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ സ്വന്തം കടയിൽ തന്നെ ബയ്യാണ് നമുക്ക് ഈ ഹാൻഡ് വർക്ക് ഫുൾ ചെയ്തത്. എനിക്ക് വേണ്ടിയിട്ട് പുള്ളി സ്പെഷ്യലായിട്ട് ഫുൾ തിക്ക് വർക്ക്, എസ്പെഷ്യലി ഇതിൻ്റെ ഷോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതാ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമായി. ഇതിൻ്റെ ഇടയിൽ എൻഗേജ്മെൻറ്റ് റിങ് എല്ലാം എടുത്തായിരുന്നു. നമ്മുടെ ജ്വല്ലറി ഷോപ്പിങ്ങിന് പോണതിൻ്റെ തൊട്ട് മുന്നേ നമ്മളൊരു ഉച്ചയായപ്പോഴാണ് പോയത്. രാവിലെ തന്നെ പോയിട്ട് നമ്മൾ റിങ്ങിൻ്റെ അളവെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഫേഷ്യൽ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ, അതായത് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രൈഡേ ഞാൻ ഈ ഫേഷ്യലെല്ലാം കഴിഞ്ഞിട്ട് ഐസ് വാട്ടറിൽ മുഖം മുക്കുന്ന ഒരു സീൻസാണ് നിങ്ങൾ കാണുന്നത്. അത് വളരെ ഡബിൾ എഫക്റ്റാണ് തരുന്നതെന്ന് എൻ്റെ കടയിലെ ചേച്ചി പറഞ്ഞു. സോ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചെയ്യാണ്. പക്ഷേ അത് റിയലി വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഡെക്കോർ ചെയ്യിപ്പിച്ചിരുന്നത് ഗ്രീൻ വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിലായിരുന്നു. പക്ഷേ ആക്ച്വലി ഇത് എൻ്റെ ജിമ്മിൽ തന്നെയുള്ളൊരു ചേട്ടൻ്റെ ഒരു പുതിയൊരു സംരംഭമാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അതിനകത്ത് നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആണ്, ഒറ്റമുണ്ടും പൂക്കുലി ഒഴിച്ച്. അപ്പോൾ പൂക്കുല പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം തെങ്ങിൽ നിന്ന് ഹരിദാസേട്ടൻ ആ പൂക്കുല വെട്ടുന്ന സീൻസാണ് നമ്മൾ കാണുന്നത്. അത് പൂക്കുല എന്ന് പറയുന്ന സാധനം എനിക്ക് ആക്ച്വലി ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ ഓരോ പരിപാടിയൊക്കെ നമ്മൾ കാണുന്നതല്ലാതെ ഇങ്ങനെ നമ്മൾ വെട്ടിയിറക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂടാണ് നമ്മൾ കാണുന്നത്. അത് പൂക്കുല എന്ന് പറയുന്ന സാധനം എനിക്ക് ആക്ച്വലി ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ ഓരോ പരിപാടിയൊക്കെ നമ്മൾ കാണുന്നതല്ലാതെ ഇങ്ങനെ നമ്മൾ വെട്ടിയിറക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിക്കും കിട്ടി. മാക്സ് ദേ ചേട്ടൻ തെങ്ങിൻ്റെ മണ്ടേ കയറിയിട്ട് ഒരു വെപ്രാളം വിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഹരിദാസേട്ടൻ. എൻ്റെ അച്ഛൻ്റെ പണിക്കാരനാണ്. പണ്ട് മുതലേ ഞങ്ങൾ കണ്ട് ശീലിച്ച ഒരു ചേട്ടനാണ്. പിന്നെ അടുത്തത് ഈ പൂക്കുല എന്ന് പറയുന്ന സാധനം പൊട്ടിപ്പോകുന്നതാണ്. ഇതെല്ലാം എൻ്റെ ഒരു പുതിയൊരു അറിവാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ കുറേ കാര്യങ്ങൾ പുതിയത് പഠിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാവുന്നവരവിടെ അറിഞ്ഞുകൊണ്ടോ
പക്ഷേ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ തെങ്ങിൻ്റെ പൂക്കുല എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പൊട്ടിപ്പോകും. മാക്സ് അതിൻ്റെ ഇടയ്ക്ക് കളിപ്പാട്ടം കളിക്കുന്നതാണ് കേട്ടോ വീഡിയോ അത്. അതാ ഇങ്ങനെ നമ്മൾ വാഴവള്ളി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടണം അത്രേ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൊണ്ടൊരു യൂസ് ഇല്ല. സോ നമ്മൾ തലേദിവസം തന്നെ ഇത് ഇടിച്ച് ഇങ്ങനെ അമ്മ വാഴവള്ളി വെച്ചിട്ട് ഫുൾ ചുറ്റി, ഞാൻ തന്നെയാണ് വാഴവള്ളി പൊട്ടിച്ചത്, അതുകൊണ്ട് അതിൻ്റേതായ അപാകതകൾ അതിനുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫുൾ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് നമ്മളത് എവിടെയെങ്കിലും ഇങ്ങനെ ഫുൾ റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും പൊട്ടാതിരിക്കും. മെയിൻലി നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് തിങ് ഞാൻ എൻഗേജ്മെൻ്റ് ആയിട്ട് അറിയാം. ഞാൻ വിചാരിച്ചു ഈ എൻഗേജ്മെൻറ്റ് റിങ് പൂജിക്കൊക്കെ വയ്ക്കുന്നത്, പൂജിച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ അങ്ങനെയൊന്നും വേണ്ട ഗൈസ്. പിന്നെ ഈ എൻഗേജ്മെൻറ്റിന് നമ്മൾ തലക്കുറി കൈമാറുന്ന അങ്ങനെയൊക്കെ ജാതകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തില്ല. ബിക്കോസ് നമ്മൾ അധികം പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണ്ടായില്ല. അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും മാത്രം ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ അതും ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ന്യൂ ഇൻഫോർമേഷൻ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ മെഹന്തി ഇടുന്ന പരിപാടി നമുക്ക് തലേദിവസം അല്ലെങ്കിൽ തലേദിവസം നമുക്ക് പറ്റുള്ളൂ. ഇതെൻ്റെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, DD മെഹന്തി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവളുടെ പേജിൽ പോയിട്ട് DM ചെയ്യുകയാണെങ്കിൽ ഷീൽ ഹാപ്പി ടു വർക്ക് ഫോർ യു. പിന്നെ ഇതെൻ്റെ എൻഗേജ്മെൻ്റ് ഡേയുടെ അന്നാണ്. ഞാനിപ്പോൾ ഇത്രയും വീഡിയോസ് മാത്രമേ ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി വീഡിയോസ് പാർട്ട് 2 കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.